നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പരിപാടിക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമന്റെ കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലെ വസതിയിൽ നിന്നാണ് ആദ്യ അഭിപ്രായങ്ങൾ സ്വീകരിച്ചത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനനാണ് വിശ്വപ്രസിദ്ധനായ ശില്പി കാനായി കുഞ്ഞിരാമന്റെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയത്. പഠന പരിപാടിയുടെ ഭാഗമായി മലബാർ മേഖലയിൽ ഒരു ഫൈൻ ആർട്സ് കോളേജ് അനുവദിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച കാനായി കുഞ്ഞിരാമൻ കുട്ടികളിൽ ശില്പകലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക ഇടപെടലുകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കണമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ വഴി അത് സാധ്യമാകട്ടെ എന്നും കാനായി ആശംസിച്ചു. സെൻട്രൽ ഗവൺമെന്റിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തില്ല. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നുള്ളത്. മിനിസ്റ്റർക്കൊക്കെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഉടൻ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ, വൈസ് ചെയർപേഴ്സൺ എ ലത, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ, ജില്ലാ നിർവഹണ സമിതി അംഗം കെ അനിൽകുമാർ, എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ, സാമൂഹ്യ പ്രവർത്തകൻ എ പ്രസേനൻ എന്നിവരും നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ ആദ്യ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനായി അതിയാമ്പൂരിലെ കാനായി കുഞ്ഞിരാമന്റെ വസതിയിലെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.